നമ്പർ 28 ഒരു എം മാസമുള്ള ബോഡി ഒരു ക്യാപിറ്റൽ എൽ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിൽ നിന്ന് സസ്പെൻഡ് பண்ணியிருக்கு. അതിന് வந்து എലോങ്ങേഷൻ എൽ പ്ലസ് എൽ ആണ്. ഇറ്റ് ഈസ് നോട്ട് 1 എൽ പ്ലസ് സ്മോൾ എൽ. അപ്പോൾ എലോങ്ങേഷൻ ഈസ് സ്മോൾ എൽ. അപ്പോൾ വാട്ട് ഈസ് ദ സ്റ്റോർഡ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് കേട്ടിരിക്കുക. ஆக்சுவலி அது நமக்கு ஹாஃப் இன்ட்டு ஸ்ட்ரெஸ் இன்ட்டு ஸ்ட்ரெயின் கிடைச்சால் எனர்ஜி பர் யூனிட் வால்யூம் அந்த மாதிரி பண்ணலாம். ஒன் மோர் திங் யூ கேன் ரிமெம்பர் ஹியர். ആക്ച്വലി നമ്മളൊരു എം മാസമുള്ള ബോഡി ഇപ്പടി സസ്പെൻഡ് பண்ணும்போது ഇത് എൽ ലെങ്ത് എലോങ്ങേറ്റ് ആവും. എലോങ്ങേറ്റ് ആകുമ്പോൾ ഈ ബോഡിക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കമ്മിയാവും. ബിക്കോസ് ഇത് കീഴേക്ക് തന്നെ വരും. അപ്പോൾ ലോസ് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എൽ, വേർ എൽ റെപ്രസെൻറ്റ്സ് ദ എലോങ്ങേഷൻ. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി രണ്ട് പർപ്പസ്ക്കാக யூஸ் பண்ணுது. கொஞ்சம் ഈ വയറിനകത്ത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവും. ബാക്കി വന്ന് ഈ ബോഡി ഇവിടെ ഓസിലേഷൻ്റെ കൈനറ്റിക് எனர்ஜி ஆகிட்டு யூஸ் பண்ணேன். ஆக்சுவலி மாஸ் இப்படி சஸ்பெண்ட் பண்ணும்போது திடீர்னு ഇവിടെ வந்து ஸ்டாப் ஆகாது. இப்படி கொஞ்சம் ஓசிலேட் பண்ணி தான் இங்கே ஸ்டாப் ஆகும். therefore half of this loss in potential energy is used for stored elastic potential energy and the remaining half is kinetic energy of oscillation. അപ്പോൾ stored energy will be half of this potential energy, that is half mgl. அப்படியும் பண்ணலாம். Now question number 29. A parallel plate capacitor of capacitance 20 microfarad. It is being charged by a potential. ആ പൊട്ടൻഷ്യൽ വന്ന് ടൈം വേരിയിങ് പൊട്ടൻഷ്യൽ ആണ്. ഇറ്റ് 3 വോൾട്ട് പെർ സെക്കൻഡ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ്. നൗ ദേ ആർ ആസ്കിങ് വാട്ട് ഈസ് ദ കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ആക്ച്വലി ഒരു കപ്പാസിറ്ററിനെ ചാർജ് பண்ணும்போது അതിലെ കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും ഈക്വൽ ആയിരിക്കും. therefore this is the situation. ഈ കണ്ടക്ഷൻ കറണ്ട് இந்த വയറിലൂടെ ഫ്ലോ பண்ணுது, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു കണ്ടക്ഷൻ കറണ്ട്. ബിക്കോസ് ഇവിടം വരേക്കും കണ്ടക്ഷൻ, ഇവിടെ മറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് ഗിവൺ ബൈ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணும்போது 60 മൈക്രോ ആംപിയർ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ കണ്ടക്ഷൻ കറണ്ട്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ബോത്ത് ആർ സെയിം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30 ഒരു മാസിനെ വെർട്ടിക്കൽ സർക്കിളിൽ റൊട്ടേറ്റ് பண்ணும்போது where the tension is maximum, at that point only the wire is most likely to break. അപ്പോൾ എന്ത് പോയിന്റിലാണ് അത് ബ്രേക്ക് ആകുന്നതിന് വായ്പ അധികം. അപ്പോൾ ടെൻഷൻ അധികമായ പോയിന്റിൽ தான் അതിന് ബ്രേക്ക് ആകുന്നതിന് വായ്പ അധികം. therefore ടെൻഷൻ അധികമാകുന്നത് എപ്പോഴും അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിലാണ് ടെൻഷൻ അധികമാകുന്നത്. ബിക്കോസ് ഇഫ് യു കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഇറ്റ് ക്യാൻ ഈസിലി സി. ബിക്കോസ് ഈ ബോഡി ലോവസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ എം ജി ഇപ്പടി വരും. ടെൻഷൻ അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഈസ് ടി എൽ, അത് മേലേക്ക് താൻ വരും. ഇപ്പോൾ റേഡിയൽ ഡയറക്ഷനിലാണ് ടെൻഷൻ. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇൻ ദ റേഡിയൽ ഡയറക്ഷൻ ഈസ് ടി എൽ മൈനസ് എം ജി. നെറ്റ് ഫോഴ്സ് ഇൻ റേഡിയൽ ഡയറക്ഷൻ ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എം വി സ്ക്വയർ ബൈ ആർ. ടെൻഷൻ ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി താൻ വരും. അതായത് എം ജി ഈസ് ആഡിങ് അപ്പ്. therefore ടെൻഷൻ ഈസ് മാക്സിമം. അപ്പോൾ ആ വയർ ബ്രേക്ക് ആകുന്നതിനുള്ള ചാൻസ് അന്ത പോയിന്റിൽ தான், ലോവസ്റ്റ് പോയിന്റിൽ தான். നൗ കൺസിഡർ ക്വസ്റ്റ്യൻ നമ്പർ 31. എന്താണ്, രണ്ട് സെറ്റ് ബൾബുകൾ കൊടുത്തിരിക്കുക. എ സെറ്റിൽ 3 ബൾബ്, ബി സെറ്റിൽ 3 ബൾബ്. ഓരോ സെറ്റിലും ബൾബുകൾ പാരലാണ്. ഈച്ച് ബൾബ് ക്യാൻ ബി കൺസിഡേർഡ് എസ് എ റെസിസ്റ്റർ ഉള്ളി. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ 2 സെക്ഷൻസ് കൊടുത്തിരിക്കുക. ഫസ്റ്റ് കേസിൽ എല്ലാ ബൾബും ഗ്ലോ ആകുമ്പോൾ വാട്ട് ഈസ് ദ പവർ. ഇനി ഒന്നാമത്തെ സെറ്റിൽ നിന്ന് 2 ബൾബും രണ്ടാമത്തെ സെറ്റിൽ നിന്ന് 1 ബൾബും ഗ്ലോ ആകുമ്പോൾ വാട്ട് ഈസ് ദ പവർ. ആ പവറിൻ്റെ റേഷ്യോ தான் ക്വസ്റ്റ്യനിൽ കേട്ടിരിക്കും. ആക്ച്വലി ആ സൊല്യൂഷൻ பண்ணிയിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഇരിക്കും. ஆக்சுவலி 2 சொல்யூஷனில் அவர் கரண்ட் யூஸ் பண்ணி தான் பண்ணியிருக்கு. பட் கரண்ட் யூஸ் பண்ண முடியாது. பிகாஸ் 2 செட் கேஸிலும் கரண்ட் டிஃபரெண்ட் ആണ്. பிகாஸ் எஃபெக்டிவ் ரெசிஸ்டன்ஸ் ஆஃப் த சர்க்யூட் ഈസ് ഡിഫറെൻ്റ് ഇൻ 2 കേസസ്. therefore കൺസിഡർ ദ കേസ് 1. കേസ് 1ൽ എന്താണ്, ഇത് എല്ലാ റെസിസ്റ്റേഴ്സും ഗ്ലോയിങ് ആണ്. അപ്പോൾ സെല്ലിൻ്റെ ഇ എം എഫ് ഇ, ഇതെല്ലാ റെസിസ്റ്റൻസ് ഈക്വൽ ബൾബ്, ഒരേ മാതിരിയുള്ള ബൾബ് എല്ലാം ഗ്ലോ പണ്ടത്. അപ്പോൾ ഇത് 3 പാരലൽ, ഇത് 3 പാരലാകുമ്പോൾ ഇത് R/3 ഈ ഫസ്റ്റ് ബ്രാഞ്ച്, ഇത് സെക്കൻഡ് ബ്രാഞ്ചും R/3. രണ്ടും സീരീസ് വരുമ്പോൾ എഫക്റ്റീവ്ലി 2R/3 is the effective resistance. therefore power equal to V square by R, that is E square by effective resistance. എഴുതുമ്പോൾ ഈ ടോട്ടൽ പവർ தான் I am writing. ഫസ്റ്റ് കേസിലെ പവർ, ടോട്ടൽ പവർ ഈസ് 3 E square by 2R. I am using വോൾട്ടേജ് വെച്ചുള്ള ഇക്വേഷൻ தான் എഴുതിയിരിക്കും. I am not considering current. now ഇനി സെക്കൻഡ് കേസിൽ 2 from A and 1 from ബി அப்படி தான் கொடுத்திருக்கு. അതായത് ഫസ്റ്റ് സെറ്റിൽ നിന്ന് 2 ബൾബ്, മൂന്നാമത്തെ ബൾബ് കണക്റ്റഡ് അല്ല. അപ്പോൾ അത് കൺസിഡർ பண்ண தேவையில்லை. ഇനി രണ്ടാമത്തെ സെറ്റിൽ നിന്ന് 1 ബൾബ് தான் വരുത്, 2 ബൾബുകൾ കണക്റ്റഡ് അല്ല, അതും കൺസിഡർ பண்ண. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ 2 ബൾബും രണ്ടാമത്തെ സെറ്റിൽ നിന്ന് 1 ബൾബും, ഇതാണ് ഡയഗ്രാം. അപ്പോൾ ഈ 6 പാരലൽ, ഈ 6 അതിൻ്റെ സീരീസ്. അപ്പോൾ ഇത് R/2 സീരീസ് 6 എന്ന് വരും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3R/2 എന്ന് വരും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി 3R/2. യു ക്യാൻ ഈസിലി
സോൾവ് ദാറ്റ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ പവർ എടുക്കുമ്പോൾ P2 V²/R എഫക്റ്റീവ് റെസിസ്റ്റൻസ് എഴുതുമ്പോൾ இப்படி தான் വരും 2E²/3R. അപ്പോൾ ഫസ്റ്റ് കേസിലെ പവറും സെക്കൻഡ് കേസിലെ പവറും റേഷ്യോസ് എടുക്കുമ്പോൾ സിമ്പിൾ കാൽക്കുലേഷൻസ് ഓൺലി വിൽ ഗെറ്റ് 9/4. ആൻസർ വിൽ ബി 9/4 എന്ന് தான் വരും. ആൻസർ വിൽ ബി 9/4. இந்த തേർഡ് ഓപ്ഷൻ தான் ആൻസർ വരും. இந்த ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ தான் ആൻസർ വരും.